അതെ, എല്ലാവരും എന്നാ പറയണോ? ഞങ്ങളുടെ വെക്കേഷൻ അങ്ങനെ തീരാറായിട്ടോ. ഇന്ന് വൈകിട്ട് തിരിച്ചു പോവുക. എൻ്റെ വീട്ടിൽ പോയതാ യാത്ര പറയാനായിട്ട്. കണ്ടില്ലേ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത്. ഈ നാട്ടിൽ വരവും തിരിച്ചു പോക്കും ഒക്കെ എപ്പോഴും നമുക്ക് ഭയങ്കര വിഷമം തരുന്ന കാര്യമാട്ടോ. ഇങ്ങോട്ട് വരാനുള്ള എക്സൈറ്റ്മെൻറ്റ് സന്തോഷം ഒന്നും തിരിച്ചു പോകുമ്പോൾ ആർക്കും ഉണ്ടാവാറില്ല. ഇനി അവിടെ ചെന്ന് ബാക്ക് ടു റൊട്ടീൻ ലൈഫ്. അന്നേരമാണ് നമ്മുടെ ഇവിടുത്തെ നാടും നാട്ടിലെ പച്ചപ്പും ഹരിതാഭവും ഇവിടുത്തെ ഈ മഴയും. ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മഴയൊക്കെ ശല്യമായിട്ട് തോന്നും. ഇനിയിപ്പോൾ തിരിച്ചവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര ചൂടിൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ ഈ മഴയൊക്കെ മിസ് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ മക്കൾക്കാണെങ്കിലോ അവിടെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൂടെയുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളും പിന്നെ നമ്മുടെ വീട്ടിലെല്ലാവരും കൂടി ഇരുന്നിച്ചുള്ള കുടുംബ പ്രാർത്ഥനയും പിന്നെ ഒന്നും പോരാഞ്ഞിട്ട് നമ്മുടെ കേരള ഫുഡും, പ്രത്യേകിച്ച് ചക്ക മാങ്ങ എന്ന് പറയുന്ന വിഭവങ്ങളൊക്കെ ഇത്തവണ ഒരുപാടുണ്ടായിരുന്നു സീസൺ ആയതുകൊണ്ട്. അതൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ടാണ് ഇത്തവണത്തെ തിരിച്ചു പോകട്ടോ. അതുകൊണ്ട് തന്നെ തിരിച്ചു ചെന്ന് കഴിയുമ്പം ഇതൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നേ. വേറൊന്നുമല്ല, നമ്മുടെ ഫുഡൊന്നും അവിടെ കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ഈ നാട്ടിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റോ അതിൻ്റെ ആ ഒരു സംതൃപ്തിയോ ഒന്നും നമുക്ക് കിട്ടത്തില്ലെന്നേ. ഈ ചക്കപ്പഴമൊക്കെ നിങ്ങളുടെയല്ലേ കഴിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പപ്പയും മമ്മിയും കൂടെ വെട്ടിത്തന്നതാ. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പേ ഇല്ല. കാരണം എന്താ, വയറെപ്പോഴും ഇങ്ങനെ ഫുള്ളായിരിക്കും. ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നായിട്ട് ഇവരിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെയൊക്കെ പാഠം പഠിക്കാൻ പോകുന്ന തിരിച്ചു ചെന്ന് കഴിയുമ്പോഴാണ് അവിടെ ചെന്ന് ഈ ഉണക്ക ബിസ്ക്കറ്റും ബ്രിയോഷും ഒക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ ഇപ്പം വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഒരു ശക്കലം കിട്ടിയായിരുന്നെങ്കിൽ എന്ന് അന്നേരം കൊതി തോന്നും കേട്ടോ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം, ഒരു വയറല്ലേ ഉള്ളൂ, ഇതെല്ലാം കൂടെ അകത്തേക്ക് പോകണ്ടേ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.